നമുക്ക് ഈ സൗഭാഗ്യങ്ങളെ പിടിച്ചു വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഫെങ്ഷുവിൽ എന്തൊക്കെ ടൂളുകൾ ഏതൊക്കെ ദിക്കുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാം, എന്തൊക്കെ ഒഴിവാക്കാം, ഏതൊക്കെ രീതിയിൽ വീട് ക്രമീകരിക്കാം എന്നുള്ളതും കൂടി പറഞ്ഞുതരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഒരു കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് ഇവിടെ രക്ഷപ്പെടാനായിട്ട്. പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടെടുത്ത് നിന്നിട്ടാണ് ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫെങ്ഷി കൺസൾട്ടൻ കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാൻ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിക്ക് സാധിക്കും. പലരും പറയും ഇത് നമ്മുടെ ഇന്ത്യയുടെ അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലല്ലോ, ഇത് ചൈനയുടെ അല്ലേ, ഇത് അവിടെയല്ലേ വർക്കാവുക എന്നൊക്കെ പലരും പറയും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ലോകത്തെവിടെയും വർക്കാവും. അത് ഭാരതമെന്നോ ദുബൈ എന്നോ ചൈനയെന്നോ അമേരിക്കയെന്നോ ഒന്നുമില്ല. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നു. ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ടൂളുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്ന് ഫീനിക്സ് ബേഡാണ്. ഇതൊരു ഫീനിക്സ് പക്ഷിയുടെ സ്റ്റാച്ചു ആണ്. അപ്പം നമുക്കറിയാം ഫീനിക്സ് പക്ഷി അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പക്ഷിയാണ്. അത്രയും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിന്നും അതിൽ നിന്നെല്ലാം നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടുള്ളൊരു എനർജി അത് തരും. ഇത് എവിടെ നമുക്ക് വെക്കാം? സ്വീകരണമുറിയുടെ സൗത്തിൽ വെക്കാം. ഇനി അടുത്തത് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് എന്ത് വെക്കാം? സ്വീകരണമുറിയുടെ നോർത്തിൽ അരോന ഫിഷ് വയ്ക്കാം.